ഹായ് ഓൾ. ഈ സെക്ഷനിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷിയർ ഡിസൈൻ എങ്ങനെ ചെയ്യണം എന്നാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ, ആർ സി ബീം വിത്ത് ആൻ എഫക്റ്റീവ് ഡെപ്ത് 500 mm ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. AST അതിലിട്ടേക്കുന്ന സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നീഡഡ് ഫോർ എ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ഓഫ് 350 kN ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഇടണമെന്ന്. ഇപ്പൊ ഷിയറിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് V ഇസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ ഷിയർ ഫോഴ്സ് ഇൻ എ ബീം എന്ന് പറയുന്നത് കോൺക്രീറ്റ് എടുക്കുന്ന ഷിയർ ഫോഴ്സ് പ്ലസ് സ്റ്റീൽ എടുക്കുന്നത്. അപ്പൊ നേരത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയാണ് എഴുതിയത്. ടോട്ടൽ കപ്പാസിറ്റി, ഷിയർ കപ്പാസിറ്റി ഓഫ് ബീം എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ ഷിയർ കപ്പാസിറ്റി പ്ലസ് സ്റ്റീലിന്റെ ഷിയർ കപ്പാസിറ്റി ആണ്. ഇൻ ദ സെയിം വേ നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ ഈ ബീമിലേക്ക് വരുന്ന ടോട്ടൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 350 ആണ്. അപ്പൊ നമ്മുടെ ഈ V എന്ന് പറയുന്നത് എന്താണ്? 350 × 10⁻³ ന്യൂട്ടൺ ആണ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നു, അതും സ്റ്റീലിന്റെയും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ ആ ബീമിന് എടുക്കാൻ പറ്റുന്ന ഷിയർ കപ്പാസിറ്റി കിട്ടും. ഇവിടെ നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. നേരെ തിരിച്ച് ആ ബീമിലോട്ട് വരുന്ന ഷിയർ ഫോഴ്സ് ക്വസ്റ്റ്യനിൽ തന്നേക്കുക. അപ്പൊ അതാരാണ് എടുക്കേണ്ടത്? സ്റ്റീലും കോൺക്രീറ്റും കൂടാണ് എടുക്കേണ്ടത്. അപ്പൊ കോൺക്രീറ്റ് VC-യും സ്റ്റീല് VS-ഉം. അപ്പം ടോട്ടൽ ഷിയർ ഫോഴ്സ് 350 × 10⁻³ ആണ്. VC എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോസി BD ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ടോസി BD. പിന്നെ ഉള്ളത് VS. VS എന്ന് പറയുന്നത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ വെർട്ടിക്കൽ സ്റ്റിറപ്പ് കൊണ്ടുണ്ടാവുന്ന ഷിയർ കപ്പാസിറ്റി ആവാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ബെൻഡപ്പ് കൊണ്ടുള്ളതാവാം. എല്ലാം ഇടുന്നുണ്ടെങ്കിൽ എല്ലാം ആഡപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളോടാണ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ തീരുമാനിക്കാം. എപ്പോഴും വെർട്ടിക്കൽ സ്റ്റിറപ്പ് എടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് VS കിട്ടുവാണെങ്കിൽ, VSന്റെ ഇക്വേഷൻ ഓൾറെഡി IS കോഡില് പേജ് നമ്പർ 73, ഐ ഹോപ്പ്, അതെ 73 ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ 0.85 ASV D/SV എന്ന്. അപ്പൊ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് VS കിട്ടും. അപ്പൊ അതിൽ ഈ ASV എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്റ്റിറപ്പിന്റെ ഏരിയയും SV സ്പേസിംഗുമാണ്. ഇത് രണ്ടും നമുക്ക് അറിയത്തില്ല, കാരണം അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ VS സത്യത്തിൽ നമുക്ക് അറിയത്തില്ല, പക്ഷേ നമുക്ക് Vയും VCയും അറിയാമെങ്കിൽ അതിൽ നിന്ന് VS എന്ന് പറയുന്നത് V - VC ആണ്. V നമുക്ക് ഓൾറെഡി അറിയാം. VC നമുക്ക് ടോസി BD വെച്ച് കണ്ടുപിടിക്കാം. കാരണം ടോസി എന്ന് പറയുന്നത് ടേബിൾ 19 കൊടുത്തിട്ടുണ്ട്, IS 456. അപ്പൊ നമ്മൾ ടേബിൾ 19 നോക്കി VC കണ്ടുപിടിക്കാൻ പോവാണ്. ടേബിൾ 19 നോക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 100 AST/BD എന്നുള്ള വാല്യൂ ആണ്. അത് കണ്ടുപിടിക്കാൻ 100 × AST എന്ന് പറയുന്നത് 425 ബാർ ആണ്, 425 mm. സോ 4 × π/4 × 25² ബൈ B എന്ന് പറയുന്നത് 350, എഫക്റ്റീവ് ഡെപ്ത് 500. ഇത്ര ഇട്ട് കൊടുക്കുമ്പോൾ 100 AST/BD എന്ന് പറയുന്നത് 1.12 ആണ്. നമ്മൾ ടേബിൾ 19 നോക്കി അങ്ങനെ ഒരു വാല്യൂ ഇല്ല, പക്ഷെ അത് കിടക്കുന്നത് 1നും 1.25നും ഇടയിലാണ് എന്നുള്ളത് കൊണ്ട് ഇന്റർപോളേറ്റ് ചെയ്യാം. 1ന് 0.62 ആണ്, 1.25ന് 0.67 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ, സ്പ്ലിറ്റ് ചെയ്ത്, ഇത് നേരത്തെ വീഡിയോയിൽ നമ്മളിത് ശരിക്കും ഡിസ്കസ് ചെയ്തായിരുന്നു. സ്പ്ലിറ്റ് ചെയ്താൽ ഓക്കെ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ട്രയാങ്കിളും റെക്റ്റാങ്കുലറും ആക്കി മാറ്റുവാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് 0.62 ആണ്. അപ്പം ഈ ലെങ്ത് 0.62. അപ്പം മിച്ചം ഈ ലെങ്ത് വരുന്നത് മൊത്തം ഇത് 0.67 ആണ്. സോ ഇത് 0.67 മൈനസ് 0.62 ആണ്. നമുക്ക് വേണ്ടത് 1.12ലാണ്. അപ്പൊ ഇവിടെ എവിടോ ആണ് 1.12 കിടക്കുക. അപ്പൊ അവിടെ നമ്മൾ വരച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വാല്യൂ ആണ്. അതിന് ഇത് ഓൾറെഡി നമുക്കറിയാം 0.62 ആണ്. പിന്നെ ഇവിടവും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അത് X ആക്കി ഇടുവാണെങ്കിൽ നമ്മുടെ ഈ 1.12ലെ ടോസി എന്ന് പറയുന്നത് ഇവിടുത്തെ 0.62 പ്ലസ് X ആണ്. X കണ്ടുപിടിക്കണം.
എക്സ് കണ്ടുപിടിക്കാനായിട്ട് സിമിലർ ട്രയാങ്കിൾ റൂൾ നമുക്ക് യൂസ് ചെയ്യാം. സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്യുമ്പം നേരത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ സൈഡ്, ഞാൻ വേറൊരു കളർ എടുക്കാം, ഈ ഒരു സൈഡ് ഡിവൈഡഡ് ബൈ ഈ ഒരു സൈഡ് ഇസ് ഈക്വൽ ടു ഈ മൊത്തത്തിലുള്ള അതിൻ്റെ ബേസ് ഡിവൈഡഡ് ബൈ ഈ ഒരു ലെങ്ത്. ഓക്കെ, അങ്ങനെ പറയുമ്പം 0.67 മൈനസ് 0.62 ഡിവൈഡഡ് ബൈ ഈ ലെങ്ത്തിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇസ് ഈക്വൽ ടു താഴത്തെ വലിയ ട്രയാങ്കിളിന്റെ ബേസ് 1.25 മൈനസ് 1. താഴത്തെ കുഞ്ഞി ട്രയാങ്കിളിന്റെ താഴത്തെ ബേസ് എന്ന് പറയുന്നത് 1.12 മൈനസ് 1 ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത് കിട്ടും. സോ 1.12 മൈനസ് 1 അങ്ങനെ ചെയ്യുമ്പം എക്സ് സോൾവ് ചെയ്ത് 0.024 എന്നാണ് വരുന്നത്. അത് നമ്മൾ ടോസി കിട്ടാനായിട്ട് ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് വരുന്ന വാല്യൂ 0.62 പ്ലസ് 0.024 അത് വരുന്നത് 0.644 വരും. ആ വാല്യൂ നമ്മൾ ഈ എഴുതിയ ഈ രണ്ട് വാല്യൂവിൻ്റെ ഇടയിലാണോ എന്ന് നോക്കുക. ഓക്കെ, 0.62നും 0.67നും ഇടയിലാണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഓക്കെ ആണ്. അപ്പം നിങ്ങൾക്ക് ടോസി 0.64 കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ബി സി എന്ന് പറയുന്നത് ടോസി ബി ഡി ആണ്. സോ 0.644 ഇൻറ്റു 350 ഇൻറ്റു 500 ചെയ്യുമ്പം നിങ്ങൾക്ക് വി സി കിട്ടും. വി സിയുടെ വാല്യൂ വരുന്നത് 237,300 ന്യൂട്ടൺ ആണ് വരിക. അപ്പോൾ വി സി കിട്ടി. വി അറിയാം, 350 ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ വി എസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വി എന്ന് പറയുന്നത് വി മൈനസ് വി സി ആണ്. വി എന്ന് പറയുന്ന ടോട്ടൽ ഷിയർ ഫോഴ്സ് 350 ഇൻറ്റു 10⁻³ മൈനസ് വി സി നമുക്ക് ഇപ്പോൾ കിട്ടിയത് 237,300. അത് സോൾവ് ചെയ്യുമ്പം നമുക്ക് കിട്ടും വി എസ് എന്ന് പറയുന്നത്, സോറി, വി സി നമുക്ക് കിട്ടുന്നത് 237 അല്ല, ഞാൻ എടുത്ത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, 1127 ആണ്. 112700 ന്യൂട്ടൺ ആണ് വരിക. ഇവിടെ നമ്മൾ വി സിക്ക് പകരം ആ വാല്യൂ ഇടണം. 112700. അത് ഇതിൽ നിന്ന് കുറയ്ക്കുമ്പം അപ്പം കിട്ടുന്നതാണ് 237,300 ന്യൂട്ടൺ. അപ്പോൾ വി എസ് നിങ്ങൾക്ക് ഇത്രയും കിട്ടി. പക്ഷെ നമുക്ക് ഓൾറെഡി കോഡിൽ നിന്നറിയാം വി എസിന്റെ ഇക്വേഷൻ എന്താണ്. IS 456 വി എസിന്റെ ഇക്വേഷൻ 0.87 FY ASV D/SV ആണെന്നറിയാം. അപ്പൊ വി എസ് ഓൾറെഡി നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പിന്നെ വേണ്ടത് ASV യും SV യും ആണ്. അതാണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വെർട്ടിക്കൽ സ്റ്റിറപ്പാണ് നമ്മളിപ്പം ഡിസൈൻ ഓഫ് സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ AST കിട്ടിയാൽ പിന്നെ നമ്മൾ ഡയമീറ്റർ ഓഫ് ബാർ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്പിൻ്റെത് അസ്യൂം ചെയ്യാം. ഇതൊന്നും ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. 0.87 FY ASV D/SV. ഇത് 237,300 ആണെന്നറിയാം. 0.87 ഇൻറ്റു 415 ഇൻറ്റു ഞാൻ നേരത്തെ പറഞ്ഞു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്ക് AST കിട്ടിയാൽ നമ്മൾ ഡയമീറ്റർ ഓഫ് ബാർ അസ്യൂം ചെയ്തിട്ട് നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കുക. അതേപോലെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുവാണ്, നമ്മൾ 2 ലെഗ്ഡ് വെർട്ടിക്കൽ സ്റ്റിറപ്പാണ് എടുക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. 8 mm 5 അങ്ങനെ വരുവാണെങ്കിൽ ASV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 ലെഗ്ഡ് ആയതുകൊണ്ട് 2 ഇൻറ്റു 5/4 ഇൻറ്റു 8² ഇൻറ്റു ഡെപ്ത് 500 ആണെന്നറിയാം. SV നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക, സ്പേസിങ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് കിട്ടുന്നത് 46 mm എന്നാണ് ഇതിൽ നിന്നും SV കിട്ടുന്നത്. അപ്പോൾ 46 mm എന്ന് പറയുന്ന സ്പേസിങ് നമുക്കിനി, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ട് ഡിസൈൻ തീർന്നു. ഇനി എന്ന് വെച്ചാൽ ഇത് കൊടുക്കാൻ പറ്റുമോ, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 46 mm എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ്. പ്രാക്ടിക്കലി 100ന് മേളിലോട്ടേ നമ്മൾ SV കൊടുക്കാൻ പാടുള്ളൂ. SV ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 100 mm. അതേപോലെ കോഡ് അനുസരിച്ച് SV ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, കൊടുക്കുന്ന സ്പേസിങ് ഒരിക്കലും വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ 0.75 D യും 300 mm, ഈ രണ്ട് ഓപ്ഷനിലെ ലീസ്റ്റ് വാല്യൂ ഏതാണോ അതിൽ കൂടി പോവാൻ പാടില്ല നിങ്ങൾ ഈ കണ്ടുപിടിച്ച SV. ഇവിടെ നമ്മൾ ആ ഓപ്ഷൻ നോക്കിയാൽ 0.75 ഇൻറ്റു 500 ചെയ്താൽ 375 ആ വരിക, പിന്നെ 300. ഇതിലെ ലീസ്റ്റ് വാല്യൂ ഏതാണ്?
300 ആണ്. നമ്മുടെ സ്പേസിങ് ഈ പറഞ്ഞ 300 കൂടി പോകാൻ പാടില്ല. ശരിയാ, 46 300 കൂടുതലല്ല. അപ്പൊ 46 ഈ IS കോഡ് വെച്ച് ഓക്കെ ആണ്. ഇനി പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ 100 താന്നു പോകാൻ പാടില്ല. സോറി, 46 100 താഴെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 100ലോട്ട് സ്പേസിങ് ലിമിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ SV എന്ന് പറയുന്ന ഇപ്പൊ ഇവിടെ ഒരു 125 ആണ് കിട്ടിയതെങ്കിൽ 100ന് മേളിലുമാണ് 300ന് താഴെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്പേസിങ് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് 2-legged 8 mm സ്റ്റിറപ്പ് അറ്റ് 125 mm സെന്റർ ടു സെന്റർ എന്നാണ്. ഇവിടെ ഇപ്പം നമുക്ക് 46 ആണ്, 100 ലിമിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്പേസിങ് 100ലോട്ട് ലിമിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പം പ്രൊവൈഡ് 2-legged 8 mm 5 bars as vertical stirrups at 100 mm center to center. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ഇപ്പോൾ ഒരു 225 ഒക്കെ ആണെങ്കിലേ, ഇപ്പോൾ ഒരു വാല്യൂ 223.5 എന്ന് വന്നാൽ 100ന് മേളിലുമാണ് 300ന് താഴെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. പക്ഷെ ഇത് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഡെസിമലിൽ നമുക്ക് സ്പേസിങ് കൊടുക്കാൻ പറ്റുകയല്ലോ. അപ്പൊ റൗണ്ട് ചെയ്ത് 220 mm സെന്റർ ടു സെന്റർ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പൊ നമുക്ക് 46 വന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 100ലോട്ട് ലിമിറ്റ് ചെയ്തത്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ ഷിയർ ഡിസൈനിന്റെ സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിനെ ഡീറ്റെയിലിംഗ് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീം വരയ്ക്കുക. ആ ബീമിന്റെ ബ്രെഡ്ത്ത് 350 ആണ്, ഡെപ്ത് 500 ആണ്, താഴെ 4 25 mm ബാർ ആണ് കൊടുത്തിരുന്നത്, 4 ബാർസ്. വെർട്ടിക്കൽ സ്റ്റിറപ്പ് നമ്മൾ എങ്ങനെ കൊടുക്കുക? ഇങ്ങനെ ചുറ്റിയല്ലേ കൊടുക്കുക. അപ്പം 2 കോൺ, ഇതിപ്പോ ഞാൻ വരച്ചപ്പോ ഇച്ചിരി ഇതായിട്ടുണ്ട്. ശരിക്കും ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കവറൊക്കെ ഉള്ള രീതിയിൽ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇവിടെ വെർട്ടിക്കൽ ഇതെന്ന് പറയുന്നത് സ്റ്റിറപ്പ് ഹോൾഡേഴ്സ് ആണ്. നമ്മുടെ സ്റ്റിറപ്പ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണത്? 8 mm 5 2-legged stirrups at 100 mm center to center. ഇത് നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ വരയ്ക്കുവാണെങ്കിൽ ബീം ഇങ്ങനെ നീളത്തിൽ വരച്ചാൽ ബീമിന്റെ താഴെയായിട്ട് എന്ത് കാണാം? നിങ്ങൾക്ക് റീഇൻഫോഴ്സ്മെന്റ്, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റിറപ്പ് ഹോൾഡർ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. നീളത്തിൽ നമ്മൾ സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാരാണ്? 25 mm ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ബാർ ആണ്. ഇത് സ്റ്റിറപ്പ് ഹോൾഡർ ആണ്. ഇത് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റിറപ്പുകളാണ്. അതായത് ബീമിനെ നീളത്തിൽ കട്ട് ചെയ്ത. ഇതെന്ന് പറയുന്നത്, ഈ കാണിച്ചേക്കുന്ന പറയുന്നത് നമ്മൾ എക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അതൊരു ഇച്ചിരി കൂടെ വൃത്തിയായിട്ട് വരച്ച് കവറൊക്കെ കാണിക്കുവാണെങ്കിൽ സോറി, ഒരു ഇച്ചിരി കൂടെ വൃത്തിയായിട്ട് ഞാൻ വരയ്ക്കാൻ നോക്കി. വൃത്തിയായിട്ട് വരയ്ക്കുമ്പം ഏറെക്കുറെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ കവറൊക്കെ കാണിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ പിന്നെയും എടുത്ത് വരച്ചത്. ഇവിടെ ഒരു ഗ്യാപ്പ് വേണം നമ്മൾ കൊടുക്കുന്ന കവർ കാണിക്കാനേ. അപ്പം ഇവിടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്, ഇത് നമ്മുടെ സ്റ്റിറപ്പ് ഹോൾഡർ. സ്റ്റിറപ്പ് ഹോൾഡർ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കെട്ട് കമ്പി കെട്ടുമ്പോഴേ ഹോൾഡ് ചെയ്ത് നിർത്താൻ 2 കുഞ്ഞി കമ്പികൾ വേണം. അത് നമ്മൾ യൂഷ്വലി 6 mm കമ്പിയാണ് കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ സ്റ്റിറപ്പ്, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത വെർട്ടിക്കൽ സ്റ്റിറപ്പ്. ഇത്രയാണ് ഡിസൈനിനകത്ത് വരുന്നത്. താങ്ക് യു.